അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂരിലെ ദേവാലഹട്ടി പോകുന്ന വഴിയിലാട്ടോ. നമ്മൾ നേരെ നമ്മുടെ നാട്ടിൽ നിന്ന് നാട് കാണിച്ചവരെല്ലാം കയറി ഇങ്ങനെ പോകുന്നു. ഇവിടെ ഇപ്പോൾ ദേവാലഹട്ടി പോകുന്ന വഴിയിലാണുള്ളത്. ഈ ഒരു വ്യൂ ഒക്കെ ചുറ്റിലും തേയിലത്തോട്ടങ്ങളും മരങ്ങളും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നല്ല കാറ്റുണ്ട് ഇവിടെ നിൽക്കാൻ. ഞാൻ കുറച്ച് നേരമായി ഇവിടെ വണ്ടി നിർത്തി ഇങ്ങനെ സൈഡാക്കി ഇരിക്കൽ തുടങ്ങിയിട്ട്. നല്ല കാറ്റുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട് ഈ വഴി. നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടികളാണ് ഒരുപാട് പോകുന്നത്. ഈ വഴി നേരെ ദേവാലഹട്ടിയിലേക്ക് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ. ഈ ഒരു വ്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിർത്തി നോക്കിയതാണ്. നല്ല വെയിലാട്ടോ, അതാണ് ആകെയുള്ളൊരു ബുദ്ധിമുട്ട്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. മഴയുള്ള സമയമാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും ഈ റൂട്ടൊക്കെ. നമ്മൾ എന്നൊക്കെ സമയം എന്ന് പറഞ്ഞാൽ 2 മണിയാണ്. അതായത് നല്ല വെയിലുള്ള സമയത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. താഴേക്ക് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളാണ്. അതുവഴിക്ക് റോഡ് പോകുന്നുണ്ട്. ഈ തോട്ടത്തിലേക്കുള്ള റോഡ് തോന്നുന്നുണ്ട്. നമ്മൾ നിലമ്പൂർ വഴി നാടുകാണിച്ചുരം കയറിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ചുരത്തിൽ നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല നാടൻ ചോറ് കഴിച്ചു. ഇനി വേഗം വണ്ടി എടുത്ത് നമ്മൾ നേരെ പോകട്ടെ. നമ്മളങ്ങനെ ആ കണ്ട ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് നമ്മൾ വീണ്ടും റോഡിൻ്റെ ഒക്കെ അവസ്ഥ കേട്ടോ. വൺ ഷോട്ട്. റോഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ കേരള ബോർഡർ വരെ റോഡൊക്കെ നല്ല അടിപൊളി നീറ്റ് റോഡായിരുന്നു. തമിഴ്നാട്ടിലോട്ട് കയറിയ ദിവസം റോഡിൻ്റെ അവസ്ഥയ്ക്ക് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കുഴി പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് റോഡിൻ്റെ അവസ്ഥ. നമുക്ക് ഏകദേശം ചെക്ക് പോസ്റ്റിൽ എത്താനായിട്ടുണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് വലത്തെ ഭാഗത്ത് ഇതേപോലെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് കാണാം. അതിന് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം. അട്ടി റോഡ് എന്ന് പറഞ്ഞ ഇടത്തോട്ട് ഒരു ആരോ മാർക്കർ എടുത്തത്. അപ്പം ഈ കാണുന്ന പാലം കയറി നേരെ പോകുന്നതാണ് നമ്മൾ അട്ടിയിലേക്ക്. ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന ഫീലാട്ടോ. ചെറിയ വഴിയും റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫുള്ള് വീടുകളാണ്. മുകളിലൊക്കെ ഫുള്ള് തേയിലത്തോട്ടാണ്. ഒരു തേയിലത്തോട്ടത്തിൻ്റെ ചെരുവിലൂടെ ഇങ്ങനെ പോകട്ടെ നമ്മൾ. നല്ല വെയിലാണ്. നല്ല മഴയൊക്കെയുള്ള സമയമാണെങ്കിൽ സംഭവം അടിപൊളി റൂട്ടാവും. ഇവിടെ വണ്ടി കയറാം. നമ്മളങ്ങനെ നാട് കാണിച്ചവരൊക്കെ കയറി ചുരത്തിലുള്ള നല്ലൊരു ഹോട്ടലിൽ ഫുഡെല്ലാം കഴിച്ചു. നേരെ ഇങ്ങനെ പോകുന്ന സമയം ഏകദേശം 2 മണിയായിട്ടുണ്ട്. ചുരത്തിൻ്റെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ വൻ ശോകം തന്നെ പറയാം. നമ്മുടെ കേരള റോഡ് അടിപൊളിയാണ്. തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അമ്മാരി അവസ്ഥ. ചില ഭാഗത്തൊന്നും റോഡ് തന്നെ ഇല്ല. അങ്ങനത്തെ വൻ മോശം അവസ്ഥയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് നല്ല ദേവാലഹട്ടിയിലേക്ക് പോട്ടെ. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വഴിക്ക് നേരെ പോകുന്നതിന് ദേവാലഹട്ടിയിലേക്കാണെന്ന് പറഞ്ഞു കേട്ടോ. ഒരു പ്രത്യേക വൈബ് ഇട്ടില്ലാണ് വണ്ടി ഓടിക്കുമ്പോൾ. ചെറിയ റോഡും നല്ല കാഴ്ചകളും. നിലമ്പൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ഒരു ഹട്ടിയൊക്കെ വരുന്നത്. ഇതുവരെ ഇങ്ങോട്ട് വരാത്തവരാണെങ്കിൽ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ. ഇത് കണ്ടില്ലേ ഭംഗി നോക്കിയേ, എന്താ രസമല്ലേ. ഇവിടെ ഉച്ചയ്ക്ക് നിന്നിട്ട് നമുക്ക് അത്ര വെയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ
ഇപ്പോൾ മഴയുള്ള സമയത്തോ വൈകുന്നേരമോ രാവിലെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാവും. ഈ സ്ഥലമൊക്കെ ഞാൻ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വരണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അത്രയ്ക്ക് അടിപൊളിയാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. ദേവാലഹട്ടി നമ്മളിതുവഴി ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഈ ഒരു ഹട്ടി എന്ന് പറയുന്ന സ്ഥലം എവിടെയൊന്നും അവിടെ എന്താണ് കാണാനൊന്നും അറിയില്ല കേട്ടോ. കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ ഈ ഒരു വഴി വരുന്നുണ്ട്. വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഇവിടെ റോഡ് സൈഡിൽ നമുക്കൊരു ടെമ്പിൾ കാണാം കേട്ടോ, ചെറിയൊരു ടെമ്പിൾ. ഇവിടെ വേറൊരു ക്ഷേത്രം കാണുന്നുണ്ട്. നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് വലിയൊരു ക്ഷേത്രമാണ്. ഒരു മുരുക ടെമ്പിളാണ്. നേരത്തെ നമ്മൾ അവിടെ കണ്ടതിനേക്കാളും കുറച്ച് വലിയ ക്ഷേത്രമാണ്. നമ്മളങ്ങനെ ഈ വഴി കുറേ മുന്നോട്ട് പോന്നു. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ ബാക്കിലോട്ടൊന്നും പോകട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ഗ്രാമത്തിലൂടെ പോകുന്ന ഇതേ ഒരു ഫീലാണ്. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് വന്ന വഴി തന്നെ പോവാട്ടോ, തിരിച്ച് പോവാണ്. ദേവാല ബസാർ മൊത്തം ഇതേപോലെ ചെറിയ ചെറിയ വീടുകളും ചെറിയ അമ്പലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് അത്. ഒരു ഉള്ളേരിയ എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ മലയാളീസ് താമസിക്കുന്നുണ്ട്. 1-2 മലയാളീസിൻ്റെ വീട് ഞാൻ കണ്ടു. പിന്നെ ഞാൻ നേരത്തെ വഴി വയ്ക്കാൻ വേണ്ടി നിർത്തിയ ഒരു വീട്ടിൽ മലയാളീസ് ആയിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ മലയാളീസ് 1-2 പേരൊന്നല്ല, കുറേ ആൾക്കാരുണ്ട് ഈ ഒരു ഗൂഡലിലെ ഒരു ഭാഗത്ത് മലയാളീസ് ഇഷ്ടം പോലെ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ എത്തി. ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ വന്ന വഴി തന്നെയാണിത്. ജസ്റ്റ് ഈ കാണുന്നൊരു മല നമ്മളാണോ? ഇതിന് ബാക്കിലൊരു നല്ലൊരു മലയുണ്ട്. അപ്പോൾ ആ ഒരു മലയിലേക്ക് കയറാൻ പറ്റുമോ നോക്കാൻ വേണ്ടി ജസ്റ്റ് കയറിയതായിരുന്നു. പക്ഷേ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അതേപോലെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മളെന്താ മലയ്ക്ക് വിടാഞ്ഞതെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ്, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ആദ്യം ഒരാളെ ആന അവിടെ ചവിട്ടിക്കൊന്നൊക്കെയാണ് പറഞ്ഞിട്ടത്. അപ്പോൾ അതിൻ്റെ എന്തോ സീലിലുകൊണ്ടാണ് ഇവിടെ ഇപ്പം ആരും ആ ഒരു മലയ്ക്ക് കയറ്റി വിടാത്തത്. അല്ലെങ്കിൽ പിള്ളേരൊക്കെ വൈകുന്നേരം ആയാലും കളിക്കാറൊക്കെ എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു സീലിലുകൊണ്ട് തന്നെ ആരും മലയ്ക്ക് വിടുന്നില്ല. ആന നല്ലോണം ഇറങ്ങുന്നതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുന്ന് മെല്ലെ ഇറങ്ങട്ടെ. നമ്മൾ ഫസ്റ്റ് വന്ന് അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി അതേപോലെ തന്നെ എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി തിരിച്ച് നമ്മൾ നാടുകാണിച്ചുരം തന്നെ ഇറങ്ങി പോവുകയാണ്. ഇതുവഴി പോവുകയാണെങ്കിൽ ദേവാല ടൗണിൽ നിന്ന് നമുക്ക് തിരിഞ്ഞ് പോകാമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പോകുന്നില്ല. തിരിച്ച് വന്ന വഴി തന്നെ നമ്മൾ ഇറങ്ങി നാടുകാണിച്ചുരം ഇറങ്ങി തന്നെ പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ നിലമ്പൂർ വഴിയൊക്കെ ഊട്ടിയിലേക്ക് പോകുന്ന ആൾക്കാർ ദേവാലയം ഇതുവരെ വിസിറ്റ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളി സ്പോട്ടാണ്. എന്തായാലും ഒരു മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയാവും ഇതൊക്കെ കാണാൻ. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം കൂടി വരണം.